ഈശോ ചെയ്ത ഒരു വലിയ കാര്യം, എൻ്റെ കൊച്ചു ജീവിതത്തിൽ അനുഭവം ഒരു പക്ഷേ നിങ്ങൾ മീഡിയയിലൂടെ മറ്റത് കേട്ടിട്ടുണ്ടാവാം. 2001 ഞാൻ FCC സഭയിലെ പാലക്കാട് പ്രൊവിൻസിലെ അംഗമാണ്. എൻ്റെ പേര് സിസ്റ്റർ ജെയ്സി എന്നാണ്. എൻ്റെ കൂടെ കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഒരു 8-10 സിസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റിയിൽ ഉള്ള കുമരപുരം എന്ന് പറയുന്ന മേട്ടുപ്പാളയം, ഊട്ടി അടുത്തുള്ള മേട്ടുപ്പാളയത്ത് ഞങ്ങൾ താമസിക്കുന്ന കോൺവെൻറ്റിലായിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിലെ ആ കോൺവെൻറ്റിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു വീട് വിസിറ്റിങ്ങിന് പോയ സമയത്ത് ഒരു സഹോദരിയെ കണ്ടുമുട്ടുകയുണ്ടായി. അവൾ വയനാട്ടുകാരിയാണ്, രാജി എന്നാണ് പേര്. ഹസ്ബൻഡുണ്ട്, 4 കുട്ടികളുണ്ട്, ഒരാങ്ങളയുണ്ട്, അവന് 19 വയസ്സുണ്ട്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി. അവൻ ഞങ്ങളുടെ കൂടെയാണെന്നുള്ള വിവരമൊക്കെ ഈ സഹോദരി പറയുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കേട്ടു. ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ആ പയ്യൻ വിജിലേഷ് എന്ന് പറയുന്ന ആ മകൻ ആക്സിഡൻറ്റ് പറ്റി കോയമ്പത്തൂരുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലാണ്, തലയ്ക്കാണ് പരിക്ക് എന്ന്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ ആർക്കെങ്കിലും ആ ദേശത്ത് ഒരു അപകടം പറ്റിയാൽ ഈശോ ആണ് ഓടിയെത്തേണ്ടത്, ഈശോയുടെ മക്കളാണ് ഓടിയെത്തേണ്ടതെന്നുള്ള ഒരു ബോധ്യത്തോടെ ഞങ്ങളവിടെ എത്താറുണ്ടായിരുന്നു. അങ്ങനെ വിജിലേഷിനെ കാണാൻ അറിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. അവനെ കണ്ടു. തലയിൽ ഈ ഈ വശത്ത് സ്കള്ള് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോയിരുന്നു, വലിയ പരിക്കാണ്. ബാക്കിലേക്കൊരു 54 സ്റ്റിച്ചുണ്ട്. അല്പം ഓർമ്മയൊക്കെ വന്ന സമയത്ത് പ്രാർത്ഥിച്ച് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു പോന്നു. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ വില്ലേജിൽ നിന്ന്, വിജിലേഷിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരാൾ ഓടി വന്ന് കോൺവെൻറ്റിൽ പറഞ്ഞു, ഇത് വിജിലേഷ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം ഒന്ന് അറിയിക്കാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. സഹോദരി കൈക്കുഞ്ഞുമായി ആയിരിക്കുന്ന ആ സഹോദരി പറഞ്ഞു വിട്ടതാണ്. ഞാനും മറ്റൊരു സിസ്റ്ററും കൂടെ അന്ന് വിജിലേഷിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയുണ്ടായി. കുറച്ച് ദൂരത്തുള്ള വില്ലേജിലെ ഒരു കൊച്ചു വീട്ടിൽ, വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബം. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ വിജിലേഷിൻ്റെ ശരീരം ആ വീടിൻ്റെ പുറത്തുള്ള ചെറിയൊരു സ്ലാബിൽ, ഒരു വരാന്ത പോലത്തെ ചെറിയ പാസേജിൽ എടുത്തിട്ടിട്ടുണ്ട്. കറുത്ത കരുവാളിച്ച ശരീരം, മൂക്കിലും വായിലും ഒക്കെ മുഖം നിറയെ ഈച്ച അള്ളിപ്പിടിച്ച് അതിങ്ങനെ വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. വലിയ സങ്കടം തോന്നി. ദൈവമേ, ഈ സഹോദരൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ മരിക്കുകയാണോ? രക്ഷപ്പെട്ടെന്നാണ് ഓർത്തത്. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് കോൺവെൻറ്റിലേക്ക് വന്ന് സക്രാരിയിൽ ഈശോയെ കെട്ടിപ്പിടിച്ചിട്ട്, അവിടെ നമുക്കൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനൊന്നുമില്ല, നോക്കി നിന്നിട്ട് കാര്യമില്ല. ഈശോയുടെ അടുത്തേക്ക് ഓടി വന്ന് സക്രാരിയിൽ ഇങ്ങനെ ഈശോയെ പിടിച്ചിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ വിജിലേഷിൻ്റെ കാര്യം എന്താ? ഈശോ പറഞ്ഞു, ഉള്ളിലിങ്ങനെ പറഞ്ഞു, നീ മുമ്പിൽ പോവുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന്. ഏകദേശം ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചാർന്ന് കിടക്കുന്ന ഈ വിജിലേഷിനെ ഞാനിങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോൾ, അവൻ്റെ ബോഡിയിലേക്ക് അന്നേരം നോക്കിയപ്പോൾ ഈച്ച പറന്നുപോയി കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു തുടിപ്പുണ്ടായിരുന്നു. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് ഈശോയോട് ചോദിച്ചത്. ശാലോമിലേക്ക് എന്നൊക്കെ വിളിച്ചു പറയുകയൊക്കെ ഉണ്ടായി, പ്രാർത്ഥിക്കാനായിട്ട് മറ്റും. തുടർന്ന് ഇങ്ങനെ തോന്നിയത് പ്രകാരം ഒരു ആംബുലൻസ് വിളിച്ച് കോയമ്പത്തൂരേക്ക് വീണ്ടും വിജിലേഷിനെ പറഞ്ഞു വിടുകയാണ്. നാട്ടുകാരിൽ ഒരാൾ കൊണ്ടുപോയി. വലിയ ദുരിതമായി ആ വീട്ടിലുള്ളവർക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് നല്ല മരണം കിട്ടിയാൽ മതി എന്നെല്ലാവരും പ്രാർത്ഥിക്കുന്ന, ഇത് വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പലരുടെയും ഉപദേശമുണ്ടായി. എന്നാൽ സിസ്റ്റേഴ്സ് ഒന്നടങ്കം രാത്രിയുടെ യാമങ്ങളിൽ വിജിലേഷിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും പകല് വിജിലേഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 8 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്തയുണ്ടായി, വിജിലേഷ് മരിച്ചു. നിങ്ങൾ ഇത്ര മീറ്റർ വെള്ള തുണിയുമൊക്കെ ആയിട്ട്
അവൻ്റെ ബോഡി ചുറ്റിക്കെട്ടാനായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചതാണ്. മദർ ഫോൺ എടുത്തു. അന്ന് ഞങ്ങളൊരു കൊച്ചു മഠമാണ്, സാമ്പത്തികമായിട്ട് അധികമില്ല. ഇത്ര 1000 രൂപയും വേണം. നേരം വെളുക്കുമ്പോൾ ഈ വെള്ളത്തുണിയൊക്കെ മേടിച്ച് ബോഡി ചുറ്റിക്കെട്ടാൻ ചെയ്യാനായിട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി പാക്ക് ചെയ്യാനായിട്ടാണ് ആ തുണി പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും മദറിനെ നോക്കി, മദറിന് വല്ലാതെ അപ്സെറ്റായിപ്പോയി. കാരണം ഇനിയിത് നമ്മുടെ തലയിലാണ്. അളിയൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ്: നിങ്ങൾ പൊതു ശ്മശാനം ബുക്ക് ചെയ്യണം, വിജിലേഷനെ അടക്കാനായിട്ട് ഇത്ര കിലോ വിറക് വേണം, അതിരിക്കാനാണ്, ശരീരം കത്തിക്കാനാണ്, ഒഴിക്കാനായിട്ടുള്ള എണ്ണ ഇത്ര അളവ് എണ്ണ മേടിക്കണം, പൊതു ശ്മശാനം ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഈ ഫോൺ എന്നെ വല്ലാതെ തളർത്തിക്കളയും. ഈ സമർപ്പണ ജീവിതത്തിൽ ഈശോയുടെ പുറകെ പോന്നിട്ട് ഈശോ പറയുന്നതെല്ലാം ചെയ്ത് ഒപ്പം നടന്നിട്ട് ഈശോ വാക്കുമാറി. ഇനി മുന്നോട്ട് ഇനി എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ല. വല്ലാതെ തളർന്ന് രാത്രിയിൽ രാമത്തിൽ ഞാൻ പറഞ്ഞു, എങ്ങനെയും ഇവനെ കത്തിച്ച് കളഞ്ഞേക്കാം, ഈ വിജിലേഷൻ്റെ കാര്യം അങ്ങ് തീർത്തേക്കാം, ഇനി നിന്റെ കാര്യത്തിൽ ഒന്നിനുമില്ല, ഇനി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടണ്ടല്ലോ. അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് രാത്രിയിൽ 2 മണി 3 മണി 4 മണിയായിട്ടും കരഞ്ഞുകൊണ്ട് തളർന്ന് അവിടെ ആ ചാപ്പലിലിരുന്നു. പിറ്റേ ദിവസം ഇടവപ്പള്ളിയിലെ കുർബാനയ്ക്ക് ഞങ്ങൾ പോയിട്ട് വേണം ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. കുറച്ച് ദൂരത്ത് കുർബാന ഉള്ള പള്ളിയിൽ ഞങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിറക് മേടിക്കുന്നതും വിജിലേഷന് വേണ്ട എണ്ണ മേടിക്കേണ്ട കാര്യങ്ങളും ശ്മശാനത്തിൻ്റെ കാര്യങ്ങളും വല്ലാതെ വിഷമം തോന്നിക്കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. ഈ ജീവിതത്തിൽ എളിമപ്പെടുത്തി ഈ ഒരാളെ കത്തിക്കാനായിട്ട് ഉള്ള ഒരു കാരണമായിട്ട് ഞാൻ മാറിയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം, സുവിശേഷ വായന വരെ ഞാൻ അറിഞ്ഞില്ല കുർബാനയിൽ. വചനം പറയുകയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:52 കുട്ടി മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ് എന്ന വചനം കേട്ട് ഞെട്ടി ഞാൻ ബോധത്തിലേക്ക് വന്നതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാവരോടും വിളിച്ചു പറയണം, വിജിലേഷ് മരിച്ചിട്ടില്ല, തുണി മേടിക്കണ്ട എന്നൊക്കെ പറയാൻ ഞാൻ കുർബാന തീരാൻ കാത്ത് മദറിനോട് പറഞ്ഞ മദർ പറഞ്ഞു, ഒരു അക്ഷരം മിണ്ടി പോകരുത്, കാരണം ഇതൊരു പൊട്ടത്തരമാണ്, ചെയ്തോടത്തോളം പൊട്ടത്തരം, ഇനി ചെയ്യാനുള്ളതും ഇതിപ്പോൾ ഇനി വീണ്ടും ജീവിക്കുന്നെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് കോയമ്പത്തൂര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ആരോ ഒരു പയ്യനെ കൊണ്ടുവന്ന് പൊട്ടാൻ, ഞങ്ങൾ ഇവங்க പേര് വിജിലേഷ് இருக்காருங்க, விஜிலேஷ் சொன்ன பேர் പറഞ്ഞു, இந்த பையனை கொஞ்சம் பார்க்கணும், அவங்க பாடி எங்கே இருக்கிறாங்கன்னு கேட்கும்போது அவர் പറഞ്ഞു, அங்கே ஒரு இடத்துல போட்டு வச்சிருக்காங்க, அவன் உடுத்த முண்டா அவன் மேலே போத்தி வச்சிருக்காங்க, வாசம் அடிச்சு பக்கம் போக முடியாது, പുഴു അരിച്ച് കിടക്കുறாங்க. എന്താ മട്ടില് മൂക്ക് പിടിച്ച് വളരെ കഷ്ടത്തോടെ ആരോ ഒരുത്തര് കൊണ്ടുവന്ന് പോട്ടിട്ട് പോയിട്ടെ. ഞാൻ അവരോട് പറഞ്ഞു, ഡോക്ടറെ പ്ലീസ് വിജിലേഷനെ ഒന്ന് കാണിച്ചു തരാമോ? ഡോക്ടർ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വിജിലേഷനെ കിടത്തിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഉടുമുണ്ട് കൊണ്ട് അവനെ ബോഡി മൂടിയിട്ടിട്ടുണ്ട്. കറുത്ത് വെളുത്ത സഹോദരൻ നല്ല കറുത്ത് കരിവാളിച്ച് കൈയും കാലൊക്കെ നീട്ടി, വളരെ മണം, ചീഞ്ഞ സ്മെല്ല്, അടുത്തേക്ക് പോകത്തില്ല അദ്ദേഹം. ഈ അരവരെ ഈ മുണ്ടങ്ങ് മാറ്റി നെഞ്ചുവരെയുള്ള ഭാഗം മാറ്റി കാണിച്ചു, അങ്ങനെ മൂടിയിട്ടു. ഞാൻ പറഞ്ഞു, പ്ലീസ് ഡോക്ടർ വിജിലേഷനെ ഒന്ന് ചെക്ക് ചെയ്യാവോ? അയാൾ എന്നോട് ചോദിച്ചു, ഇന്നലെ സീനിയേഴ്സ് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തതാണ്, നിങ്ങളെന്താണ് ഈ പറയുന്നത്? പ്ലീസ് ഡോക്ടർ. ഡോക്ടർ ചെക്ക് ചെയ്തത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് അദ്ദേഹം ഒന്നിങ്ങനെ ഇടിച്ചു, എന്നിട്ട് വിരൽ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ കിരുകിരാന്ന് ആ നെഞ്ചിൽ വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ്റെ ശരീരം അഴുകിയ സ്കിന്നിങ്ങനെ കൈവിരൽ നീങ്ങുന്നതനുസരിച്ച് ചാല് കീറുകയാണ്.
ഒരനക്കവുമില്ല. ഡോക്ടർ ചോദിച്ചു മതിയായില്ലേ എന്നുള്ള മട്ടില് മുഖത്തേക്ക്. ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടർ ഒരു പ്രാവശ്യം കൂടെ. ഗ്ലൗസ് ഒന്നും ഇടാത്ത ഡോക്ടർ പാവം, അദ്ദേഹം പെട്ടെന്ന് ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യുകയാണ്. ആഞ്ഞ് നെഞ്ചിലിടിച്ചിട്ട് കൈനകം കൊണ്ട് ഒരേ സ്ഥലത്ത് പ്രസ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ പ്രസ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജിലേഷിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം, ഡോക്ടർ ബൈ ഗോഡ് ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ ICUയിലോട്ട് മാറ്റി. ICUവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ആ ICUയിൽ നിന്ന് മാറ്റി. കാരണം മണം കൊണ്ട് അവിടെ ആർക്കും നിൽക്കത്തില്ല. ഞാൻ ICUവിൻ്റെ ആ വാതിൽ തള്ളി തുറന്ന് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ വിജിലേഷനെ ഇങ്ങനെ കിടത്തിയേക്കുന്ന ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ട്യൂബിലൂടെ കറുത്ത ഒരു ദ്രാവകം, അത് ഓരോ ഡ്രോപ്പ് വന്ന് വീഴാൻ തുടങ്ങി, ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി, എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇനി എന്നെ പറ്റിക്കരുത്, മോളി മുരങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് നാണം കെടുത്തരുത്. ഇവൻ സ്വയം എഴുന്നേറ്റ് നടന്ന് ഞങ്ങളുടെ മേട്ടുപ്പാളയത്തുള്ള ആ കോൺവെൻറ്റിൻ്റെ ആ ഗേറ്റിൽ നിന്ന് സ്വയം മുണ്ട് മടക്കി കുത്തി, അതായത് നല്ല ആരോഗ്യത്തോടെ നടന്ന് ഞങ്ങളുടെ കോൺവെൻറ്റിലേക്ക് വരുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്നന്ന് ഈശോയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓർമ്മ ഏകദേശം തിരിച്ചു കിട്ടി. ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ വിജിലേഷൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. പല സിസ്റ്റേഴ്സും മാറി മാറി വിജിലേഷനെ കാണുകയും ആ ചുറ്റുപാടുള്ള കോൺവെൻറ്റുകളിലുള്ള എല്ലാവരും സഹകരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു ദിവസം രാവിലെ വിജിലേഷിനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വിജിലേഷ് പറഞ്ഞു വളരെ ഹാപ്പിയാണ്. അതിനു മുമ്പ് വിജിലേഷ് ഇങ്ങനെ ഒരു കാലൊക്കെ വടി പോലെ നിൽക്കുകയാണ്. എഴുന്നേറ്റിരുത്തിയ കാലിങ്ങനെ നിൽക്കും, ഒരു ഒലക്ക പോലെയായി. പിന്നെ കഴുത്ത് കിടന്ന് ഇങ്ങനെ ആടുകയാണ്. കൈ ഉയർത്തി തന്നെ ഫുഡ് വായി കഴിക്കാനും ഒന്നും പറ്റില്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് അസ്വസ്ഥപ്പെട്ട് കിടക്കുന്ന ഈ യുവാവ്. എന്നാൽ അന്ന് വിജിലേഷ് വളരെ ഹാപ്പിയാണ്. വിജിലേഷ് പറഞ്ഞു, സിസ്റ്റർമാർ പറഞ്ഞു വിട്ട ആ ചേച്ചി കൂടെ ഒരു ചേട്ടനുമുണ്ട്, വെള്ള വസ്ത്രം ഇട്ടിരിക്കുന്നത്, മുഖം വളരെ പ്രകാശം, ഒരു 10 ട്യൂബ്ലൈറ്റ് മുഖത്ത് വെച്ച് കെട്ടിയാൽ എന്നതുപോലെ അത്രയും പ്രകാശിക്കുന്ന ആ ചേച്ചി ഇവിടെ വന്നു. സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിജിലേഷല്ലേ മോനെ നീ എന്ന് എന്നെ പരിചയപ്പെടും. 100 പേരോളം ഇങ്ങനെ ഒരു വാർഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അടുങ്ങി. ആ കിടക്കുന്നതിനിടയിൽ വിജിലേഷിൻ്റെ അടുത്ത് വന്ന് വിജിലേഷിനോട് ആ ചേച്ചി ചോദിച്ചു പോലും, ഒരു കയ്യിൽ കൊണ്ടുവന്ന ഒരു മുന്തിരിങ്ങ അത് പൊട്ടിച്ചവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഇതൊന്നും കഴിക്കാൻ ശ്വാസം മുട്ടുണ്ട്, നീ മുന്തിരി കഴിക്കാൻ വാശി പിടിക്കരുത് മോനെ, നീ സുഖപ്പെടും. നീ സുഖപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ നീ യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കണം എന്ന് ആ ചേച്ചി പറഞ്ഞുവെന്ന് ഇതിപ്പം ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവർ ഓടി നോക്കാനായിട്ട് ഇറങ്ങുകയാണ്. പല സെക്ടറുകളിലൂടെ ഓടിയിട്ടും ആ ചേച്ചിയും ചേട്ടനെയും കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് മനസ്സിലേക്ക് അതാണ് അഡ്രസ്സ്. സിസ്റ്റേഴ്സ് സ്വർഗത്തിൽ പോസ്റ്റ് ചെയ്തു ആ പ്രാർത്ഥന. സ്വർഗത്തിൽ നിന്നൊരു ഇടപെടലുണ്ടായി എന്ന് എനിക്ക് തോന്നി. ഇവനെ കുറച്ച് ദിവസം, 1 മാസം വീണ്ടും ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് അവിടെ കിടന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ബ്രെയിൻ ഫീവറും കൂടെ വന്ന് ഒരുപാട് തളർന്നു പോയി. ഇനി രക്ഷയില്ല, കണ്ണിന് യഥാർത്ഥത്തിലുള്ള കാഴ്ചയില്ല, ഇനി എഴുന്നേറ്റ് നടക്കില്ല, ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിലേക്ക്. 10-ൻ്റെ 10 ഒരേ മുറിയുള്ള വീട്ടിൽ എവിടെ കിടത്തും? ഞങ്ങൾ സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് കോൺവെൻറ്റിൽ ഒരു മുറി താമസിപ്പിക്കാം. എന്നാൽ വിജിലേഷ് പറഞ്ഞു എനിക്ക് പോട്ടയ്ക്ക് പോകണം, ഞാൻ വേറെ എങ്ങും പോവില്ല, എന്നെ പോട്ടയ്ക്ക് കൊണ്ടുപോകണം. ഈ സഹോദരൻ വയനാടുകാരനായ, സ്വദേശം വയനാടാണ്, വയനാടുകാരനായ അവൻ്റെ നാട്ടിലെ ആളുകൾ രോഗികളൊക്കെ ആയിട്ടുള്ളവർ പോട്ടയ്ക്ക് പോകണത് അവൻ കേട്ടിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് അവനില്ല. എന്നാൽ പോട്ടയിൽ യേശു ആളുകളെ സുഖപ്പെടുത്തുന്ന കാര്യം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അവൻ പറഞ്ഞു എനിക്ക് പോട്ടയ്ക്ക് പോയാൽ മതി. ഞങ്ങളൊരു ഓബ്നി വാനിൽ വിജിലേഷിനെ കിടത്തിക്കൊണ്ട് ഡിവൈനിലേക്ക് ധ്യാനത്തിനായിട്ട് വിജിലേഷിൻ്റെ
ആ സഹോദരി 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു പിടിച്ച് അവർ ഡിവൈനിലേക്ക് വരികയുണ്ടായി. കിടന്നുകൊണ്ട് ധ്യാനം കൂടുന്ന വിജിലേഷ് പോരുമ്പോൾ ഞാൻ വിജിലേഷിനോട് പറഞ്ഞിരുന്നു, നീ ഒരു 3 ദിവസം കഴിയുമ്പം നീ നടക്കും മോനെ, അത് തീരുന്നത് വരെ ആ വാർത്ത കേൾക്കാൻ വെയിറ്റ് ചെയ്യാൻ ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരു കോയിൻ ഫോണിൽ പൈസ ഇട്ട് വിളിക്കണം, നീ നടന്ന കാര്യം അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, ഡിവൈനിൽ കിടന്നുകൊണ്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വിജിലേഷ് 3-ാം ദിവസം ബുധനാഴ്ച ആരാധന നടക്കുമ്പോൾ വിജിലേഷ് എഴുന്നേറ്റ് അൾത്താരയിലേക്ക്, വചന ഹോളിലേക്ക് വിജിലേഷ് എഴുന്നേറ്റ് നടക്കുമ്പോൾ വിജിലേഷിന്റെ സഹോദരി പറയുകയാണ്, ഞാൻ വാവിട്ട് നിലവിളിച്ചു. ഞാനിങ്ങനെ ഇവരെ കാത്തിരിക്കുകയാണ് തിരിച്ചു വരുന്നത്. വെള്ളിയാഴ്ച ദിവസം കോൺവെന്റിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്, വിജിലേഷ് പോയിട്ട് എന്താവും. ഞങ്ങൾ മെട്ടുപാളയത്തെ ഞങ്ങളുടെ ആ കോൺവെന്റിൻ്റെ ഞാൻ ആ ഗേറ്റിങ്ങിലേക്ക് വെറുതെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വെള്ളിയാഴ്ച നോക്കുമ്പോൾ അവിടെ ആരോ വിജിലേഷിനെ മാത്രം അവിടെ കൊണ്ടുവന്ന് ബൈക്കിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇവരുടെ ചേച്ചിയൊക്കെ ലോക്കൽ ബസ്സിന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വിജിലേഷ് ആ ഗേറ്റ്, ഞങ്ങളുടെ കുഞ്ഞു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. അവൻ്റെ മുണ്ട്, അവൻ എന്നെ കാണുന്നില്ല, എനിക്ക് നോക്കിയാൽ കാണാം ഗേറ്റ്. അവൻ്റെ മുണ്ട് അവൻ സ്വയം അഴിച്ചു ഉടുക്കുകയാണ്. കുലുക്കിപ്പറക്കി ഉടുത്തിട്ട് അവൻ്റെ മുണ്ടെടുത്ത് മടക്കി കുത്തുകയാണ്. കോൺവെന്റിനെ നോക്കി അവൻ ഇതാ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഈശോ ഉള്ളി പറഞ്ഞു, നിനക്ക് അവൻ സ്വയം മുണ്ടും മടക്കി കുത്തി നടന്ന് ഗേറ്റിങ്ങിൽ നിന്ന് വരണമെന്ന് കാണണമെന്നല്ലേ പറഞ്ഞു, ഇതാ വേണേ കണ്ടോ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിജിലേഷ് ഡിവൈനിലേക്ക് തന്നെ പോന്നു. വിജിലേഷ് പറഞ്ഞു, എനിക്ക് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യണം. ഡിവൈൻ കുടുംബം വിജിലേഷിനെ സ്വന്തം കുടുംബമായിട്ട് മാറി. ഈശോയെ അറിയാൻ അത് അവനെ ഒരുപാട് ഇടവരുത്തി. പൂർണ്ണമായിട്ടും വിജിലേഷ് ഈശോയുടേതായിട്ട് മാറി. ഇവിടെ ഒരുപാട് വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്ന് അവിടെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ എന്നെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. വിവാഹം നടന്നു. അവൻ്റെ പള്ളിയിൽ, അവൻ്റെ സ്വന്തം നാട്ടിൽ ആളാറ്റിൽ ഇടവകയിൽ വെച്ച് തന്നെ എനിക്ക് കെട്ടിക്കയറണം എന്നൊക്കെ പറയുമായിരുന്നു. അതങ്ങനെ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിജിലേഷിന്റെ ആ കുടുംബം പാരമ്പര്യമായിട്ട് യേശുവിനെ അറിയാതിരുന്നവർ യേശുവിന് വേണ്ടി ഈ ജീവിതം കൊടുത്ത യുവാവിൻ്റെ വിവാഹത്തിൽ ആ ഒരു കുടുംബം, അവരുടെ തലമുറകളും എല്ലാം വംശങ്ങളൊക്കെ അവിടെ ഒന്നുചേരുകയാണ്. ഇന്ന് വിജിലേഷിന് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. വിജിലേഷ് നമ്മുടെ ട്രിച്ചി അടുത്ത് കരൂര് ഉള്ള ഞങ്ങളുടെ തന്നെ കോൺവെന്റിലെ അടുത്തുള്ള ഇടവകയിലാണ്. സെന്റ് ആന്റണീസ് ഇടവക, സീറോ മലബാറിൻ്റെ ഇടവകമായിട്ട് അവിടെ ജീവിക്കുന്നു. ഡ്രൈവിംഗ് ആണ് അവൻ്റെ ജോലി. പിന്നെ അവൻ്റെ വൈഫ് അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ LKG-യിലും pre-KG-യിലുമായിട്ട് നമ്മുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്നു. ഒരുപാട് ദൈവാനുഭവത്തോടെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വലിയ കാര്യം ചെയ്തിരിക്കുകയാണ്. നമുക്ക് വിജിലേഷിനെ കാണണോ? വിജിലേഷിനെ ഒന്ന് കണ്ടാലോ? വിജിലേഷ് ഇവിടെ തന്നെയുണ്ട്. വിജിലേഷ് ഇന്ന് കരൂരിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മളെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ വലിയ സാക്ഷ്യം, ഈ യുവാവ് ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ എനിക്ക് സാക്ഷിയായിട്ട് മാറണം. ഞാൻ വിചാരിച്ചു 23 വർഷം കഴിഞ്ഞപ്പോഴാണ് ഡെർബിനച്ചൻ ഇത് ഗുഡ്നെസ് ചാനലിലൂടെ ബെത്സൈദ എന്ന് പറയുന്ന ആ ഒരു സാക്ഷ്യ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് വിളിച്ചത്. ബൈ ചാൻസിലല്ല, ഇത് ദൈവം മനസ്സിൽ സൂക്ഷിച്ച സാക്ഷ്യമാണ്. ഈ ജീവന്റെ മേൽ മുഴുവൻ അവകാശവും ഈശോയുടെ തന്നെയാണ്. വിജിലേഷിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. മുഴുവൻ മഹത്വവും ഈശോയ്ക്ക് കൊടുക്കാം. അവനാണ് പ്രവർത്തിച്ചത്, അവനാണ് തിരിച്ച് ജീവൻ നൽകിയത്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവകരം ഈശോയിലേക്ക് നമ്മുടെ കരം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ കൊച്ചുകരം ഈശോയെ പിടിക്കണമേ, നീ തന്നെ പിടിക്കണമേ കർത്താവേ, എന്നെ മുഴുവനായും
ഞാൻ അങ്ങയുടേതാണ് എന്ന് വിശ്വസിക്കാം. പൂർണ്ണമായും അങ്ങയുടേതാണെന്ന് പ്രഖ്യാപിക്കുക. ഈശോയ്ക്കല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിക്കോ വസ്തുവിനോ സ്വാധീനങ്ങൾക്കോ മറ്റ് യാതൊന്നിനും യാതൊരു അവകാശവുമില്ലെന്ന് നമുക്ക് ഏറ്റുപറയാം.